കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം നീ തന്നെ നൽകണം ഇനങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ മുല്ലേ മുല്ലേ പീലിപ്പൂവഴകായി പോരൂലേ നമ്മുടെ മെയിൻ ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. എനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരിക. നമ്മുടെ സിവിലിന് ഒരു ഗ്രാൻഡ് എൻട്രി തന്നെ നമുക്ക് കൊടുക്കുക. ഈ ഒരു മധുരവെപ്പ് സെറമണി നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കാം എന്ന് തന്നെ പറയാം. എനിക്കറിയാം, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ് എല്ലാവരും കൂടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വേണം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ ബീയിങ് ഹിയർ. നമ്മളെല്ലാവരും നല്ലൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ദൈവത്തിനെ മനസ്സിൽ വിചാരിക്കാറുണ്ടല്ലേ. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ഷിജു ബേബി അച്ഛനെയും കൊണ്ട് ക്ഷണിക്കാവുന്നതാണ്. നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ്റെ യേശുപരാ, നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ്റെ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യം ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഉപനിറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെടുവാനാകുന്നു. നിന്റെ ദുർഫലമായ വാഴ്ത്തപ്പെടുവാനാകുന്നു. ശുദ്ധമുള്ള കണികൾക്കറിയാം രാജ്യമേ, പാപികളായവർക്ക് വേണ്ടി പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ പരദേശി നാനൂറും വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ഞാനായ ആസുറിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ പണ്ടേ കപ്പലിൽ വന്നേ തുമ്പക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ പരദേശി നാനൂറും നിങ്ങൾ എക്സൈറ്റഡ് ആണോ? സൗണ്ട് പോരാ, ഇത്രേ ഉള്ളോ? ഫാമിലിക്ക് ഇത്രേ ഉള്ളോ? ഓക്കെ, അവരും എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു
മൊമെന്റില് ഇവരോട് എല്ലാവരോടുമായിട്ട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒത്തിരി 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 നന്ദി. ഇതുപോലെ മനോഹര ചടങ്ങിൽ എത്തിപ്പെടാൻ. പിന്നെ ബാക്കി നമുക്ക് എല്ലാവരും അടിച്ചു കൊടുക്കാം. സോ അടിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡിയാണെങ്കിൽ ഒരിക്കൽ കൂടി ഒരു കൈ കൊടുക്കാം. I think the stage is incomplete without your parents, right? അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ സിബിലിന്റെ പാരന്റ്സിനെയും അതുപോലെ തന്നെ സിബ്ലിങ്സിനെയും കൂടെ ഈ ഒരു ടൈമിൽ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. സിബിലിന് കൊടുക്കേണ്ട ആ ഒരു സ്ഥാനം തന്നെ നമുക്ക് നമ്മുടെ സിബിലിന്റെ പാരന്റ്സിന് കൊടുക്കാനായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ നല്ലൊരു കൈ കൊടുത്തോണ്ട് തന്നെ നമുക്ക് സിബിലിന്റെ പാരന്റ്സിനെയും സിബ്ലിങ്സിനെയും കൂടെ ഈ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. സ്റ്റേജ് ഒരു കംപ്ലീറ്റ് സ്റ്റേജ് ആയത് ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് തന്നെയാണ്. ആ ഒരു അടിയും വഴക്കും സ്നേഹവും എല്ലാം നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് തന്നെയാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമില് ചേട്ടന്റെ മധുരവെപ്പല്ലേ നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട് ഈ ഒരു ദിവസം. അപ്പം ചേട്ടനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എങ്ങനെയാണെന്നൊന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കും കേൾക്കാൻ ആഗ്രഹമില്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ചേട്ടനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മനസ്സ് തുറക്കാനുള്ള ആ ഒരു ടൈമാണ്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം. ഞാൻ ചാച്ചിനെ വിളിക്കാൻ. സോ പറയാനൊന്നുമില്ല. ഇത്രനാളും കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും കൂടെ കാണും. എല്ലാ അടിയും വഴക്കും സന്തോഷവും അതെല്ലാം ഇത്ര നാളെ ഒരു 22 വർഷത്തിന് കൂടെ ഉണ്ടായിരുന്നു. ഇനി കാണുന്നവരെ ഹോപ്പുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്. ഇന്നത്തെ ഈ പരിപാടി നമുക്ക് അടിച്ചു പൊളിച്ച് അമ്മാനിക്കാനുള്ള പരിപാടിയാണ്. അത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ അടിച്ചു പൊളിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് സിബിലിന്റെ പാരന്റ്സിനോട് കൂടി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. എനിക്ക് ആന്റി ഇവിടെ നിങ്ങളിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ഫാമിലി തന്നെയാണ്. നല്ല രസമുണ്ട് ആന്റി. ലുക്കിംഗ് ഗോർജിയസ്. ഓക്കെ, അപ്പോൾ ആന്റിക്ക് ഈ ഒരു നിമിഷം എന്താണ് മകനെ പറ്റി ഒരു 2 വാക്ക് പറയാമോ? മകൻ എങ്ങനെയാണ്, 2 പേരിൽ നിന്നും എങ്ങനെയാണ് മകന് മൂത്ത മകനിൽ എന്താണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണിത്. സിബിളിനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ എല്ലാമാണ് സിബിള് വളർന്നതിൽ പിന്നാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് ദൈവാശ്രയം. ഒരുപാട് ദൈവാശ്രയമുള്ള മോനെ എനിക്ക് എൻ്റെ ദൈവം തന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സിബിളിന് ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. എപ്പോഴും കെയറിങ് അതേ ഉള്ളൂ സിബിലിന്റെ മനസ്സിൽ. പേരൻസ്, ബ്രദറ്, ഒരുപാട് നല്ല മോനെ എനിക്ക് ദൈവം തന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ദൈവത്തോട് എല്ലാവരോടും പറയാനുള്ളത്. ഈ ഒരു ടൈമിൽ ഒരു ഹഗ് കൊടുക്കാമോ മകന് വേണ്ടിയിട്ട്? നല്ലൊരു കൈ കൊടുക്കാമോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അമ്മ ഇങ്ങനെ ഹഗ് കൊടുക്കുമ്പോ പപ്പയ്ക്ക് ഒരു വിഷമായാലോ? പപ്പ ഒരു ചെറിയ ഹഗ് കൊടുത്തോ? അപ്പം ഈ ഒരു നിമിഷം എന്താണ് സിബിലിന്റെ പപ്പയ്ക്ക് പറയാനുള്ളത്? സിബിലിന്റെ മമ്മി പറഞ്ഞതുപോലെ അത് തന്നെയാണ് എനിക്ക് പറയാൻ. ഒരു ചെറിയ പ്രസ്ഥാനം കൈ കൊടുത്തു. അത് നല്ലതുപോലെ കൊണ്ടുനടക്കാനുള്ള കഴിവ് മോനെ കൊടുത്തു കഴിയുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന ഒരു പൈതലാണ്. പ്രത്യേകിച്ച് ആരോടും വഴക്കോ ഒരു വൈരാഗ്യവും ഇല്ലാത്തതാണ് സിബിലിന്റെ സ്വഭാവം. ദൈവം സഹായിച്ച് ഇന്ന് നല്ലതായിട്ട് പോകുന്ന നടക്കുന്നു. ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പറയാം. സിബിലിന് മധുരം കൊടുക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ആണെങ്കിൽ ഒരു അടിപൊളി കൈ കൊടുത്തേ. മധുരം കൊടുക്കട്ടെ. മധുരം കൊടുക്കാൻ വേണ്ടി റെഡിയല്ലേ? അവൻ ചോദിച്ചോ? സിബിലിന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. സിബിലിന് മധുരം കൊടുക്കട്ടെ. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലെന്നേ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ ഞങ്ങൾ.
തെയ്യന്തക്ക നൃത്തം ചവിട്ടി ആരോമൽ ചെറുക്കന് കല്യാണം. വെള്ളാമ്പൽ പൊയ്കയിൽ കുളിച്ചൊരുങ്ങി വെള്ളിമേഘത്തൂവലണിഞ്ഞൊരുങ്ങി തെയ്യന്തക്ക നൃത്തം ചവിട്ടി ആരോമൽ പെണ്ണിന് മിന്നുകെട്ട്. അടിപൊളി കൈഡി കൊടുത്തോണ്ട് തന്നെ നമുക്ക് സ്ലിബിന്റെ വധുവിനെ ഈ ഒരു സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ കാണും. ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ സംസാരിക്കാൻ റെഡിയല്ലേ? എന്തായാലും ഇവരുടെ ആ ഒരു സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറഞ്ഞിരിക്കാം. അപ്പം എനിക്കും അറിയത്തില്ല, ഇവർ പറഞ്ഞുള്ള ഒരു ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരേ പള്ളിയിലായിരുന്നല്ലേ? ഒരേ പള്ളിയിൽ കുഞ്ഞുനാൾ തൊട്ട് ഒരേ പള്ളിയിൽ വരുന്നു, ഒരേ പള്ളിയിൽ പോകുന്നു. അതിനുശേഷം എപ്പോഴും എന്താ അല്ലേ വിധി എന്ന് പറയാം അല്ലേ? എപ്പോഴും കണ്ടുമുട്ടുന്നു. അങ്ങനെ ലാസ്റ്റ് വിധിയായി വന്നു. അതെ, വിധിയായി വന്നു. ഒരു കൈയ്യടി കൊടുക്കുമോ നിങ്ങൾ? അപ്പോ പള്ളിയിൽ കണ്ടു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വളരെ ഹാപ്പി ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ കാണും. അപ്പം ഞാൻ നിധിയോട് തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു? ഓക്കെ, സിബിലാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് ഡിസൈഡ് ചെയ്ത ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? പെട്ടെന്ന് ഓർമ്മയില്ല. അവിടെ ചോദിച്ചു. കുറച്ചുകൂടി ടോക്കത്തിൽ എനിക്ക് തോന്നുന്നു സ്ലിബിലാണെന്ന്. അങ്ങനെയാണോ? ഓക്കെ, അത് പ്രൈവസി വിഷയമാണത്. ഓക്കെ, സ്ലിബിൽ പറയൂ, എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? എന്തായിരുന്നു? ഓക്കെ, നിധിയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് ഡിസൈഡ് ചെയ്ത ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? നമ്മുടെ പള്ളി എന്നൊക്കെ വെച്ചാൽ 10,000 മെമ്പേഴ്സുള്ള പള്ളിയാണ്. സോ ജനറലി എനിക്ക് ഇത് അറിയുകയില്ല. ഞങ്ങൾ ഒരേ പള്ളിയിലായിരുന്നു. ഞാനും ഇന്ത്യയുടെ അറൗണ്ട് 4 years ഡിഫറൻസ് ആണ്. പക്ഷേ ഞാൻ പഠിച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നായിരുന്നു +1 +2. അപ്പം എനിക്ക് നിധി എന്ന് പറഞ്ഞില്ലായിരുന്നു. പിന്നെ മമ്മി ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ രണ്ടാമൻ്റെ മോന് ഡോക്ടറായിട്ട് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പള്ളി ഡോക്ടർ സർവീസ് കുറവാണ്. സോ അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇങ്ങനെ നോക്കാൻ. പിന്നെ എൻ്റെ കല്യാണപ്രവായി. പിന്നെ ഞാൻ നോക്കി മമ്മി പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ജേക്കബിൻ്റെ കല്യാണത്തിൻ്റെ നോക്കി പിടിച്ചു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു. മമ്മിയുടെ പറഞ്ഞു, മമ്മി പറഞ്ഞു, അങ്ങനെ നമ്മൾ സെറ്റായി. മമ്മിയാണല്ലേ ഇതിലെ ഒരു മെയിൻ റീസൺ. മമ്മി ഹാപ്പി അല്ലേ? ഇങ്ങനെ ഒരു പരിപാടി കിട്ടിയാൽ ഹാപ്പി അല്ലേ? അതെ, മമ്മിയുടെ മുഖം കണ്ടാൽ അറിയാം മമ്മി വളരെ ഹാപ്പിയാണെന്ന്. എന്തായാലും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ സന്തോഷമൊക്കെ നിറഞ്ഞൊരു അടിപൊളി ജീവിതമാവട്ടെ എന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് നിധിയുടെ ഫാമിലി കൂടെ ഈ ഒരു ടൈമിൽ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മരുമോൻ തന്നെയാണോ? ആൻറ്റിയുടെ ഒരു കോൺസെപ്റ്റിനനുസരിച്ചുള്ള ഒരു മരുമോൻ തന്നെയാണോ സ്ലിബിൽ എന്ന് പറയുന്നത്? ഒന്ന് ഷെയർ ചെയ്യാമോ? മരുമനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഇത് ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ പള്ളിയിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ കണ്ടിട്ടുണ്ട്. പേരൻസിനെ നല്ലോണം അറിയാം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും 2 പ്രയർ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് കണ്ടു പരിചയമുള്ളൂ, അല്ലാതെ വലിയ പരിചയമില്ല. പക്ഷെ എപ്പോഴും പള്ളിയിൽ ഇങ്ങനെ കാണും. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും നോട്ട് ചെയ്യും. പിന്നെ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കോമൺ ക്ലാസ് ഒക്കെ എടുക്കും. അപ്പോഴും ഞാൻ വിചാരിച്ചു എടുക്കാനാണെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊന്നും ആലോചിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഒരിക്കൽ ഇതുപോലെ ഈസ്റ്ററിന് ഞങ്ങളിങ്ങനെ പള്ളിയിൽ നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ വന്ന് ഹാപ്പി ഈസ്റ്ററൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിങ്ങനെ സുമയെ ചോദിച്ചു, അടൂരോട്ട് വരുന്നോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേ എനിക്കത് മനസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ച് നിൽക്കി അടൂരായോണ്ട് ചുമ്മാ ചോദിച്ചതായിരിക്കും വിചാരിച്ചു. വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ എന്തോ ഈവനിങ് പ്രോഗ്രാം വന്നപ്പോൾ ഇവർ വന്നു വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞപ്പം നിധിയുടെ പപ്പ പറഞ്ഞു ഇത് എന്തോ ഒരു ചോദിക്കാനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാണ് സുമ ഇതുപോലെ ചോദിക്കുന്നത്. ആദ്യം സുമയാണ് ചോദിച്ചത്, പിന്നെ വീട്ടിൽ വന്നു. അങ്ങനെ ഇങ്ങനെ ഇവിടെ വരെ എത്തി.
ഇവരുടെ ആ ഒരു സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. സെൻട്രൽ സ്കൂളിൽ ആ ഒരു കൊച്ചു ചെറുക്കനെ പഠിപ്പിച്ചപ്പോ എപ്പോഴെങ്കിലും വിചാരിച്ചോ വരുവാനായിട്ട് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചായിരുന്നോ? ഞാൻ സിവില് ക്ലാസ് എടുക്കുന്നതും കോമൺ ക്ലാസ് എടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല മോളെ. ആ കാണുമ്പോ വിചാരിച്ചിരുന്നോ എന്റെ മരുമോനായിട്ട് വരുന്ന ഒരു പയ്യനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ആന്റി ഭയങ്കര ഹാപ്പി അല്ലേ ശ്രീബലിനെ പോലെ ഒരു മരുമോനെ കിട്ടാൻ വേണ്ടിട്ട്? അതിന്റെ മുഖം കണ്ടാ അറിയാം ഹാപ്പി ആണെന്ന്. അത് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു കൈയിടി കൊടുത്തേ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റോറി ഒക്കെ കേട്ടില്ലേ? ഇപ്പൊ പപ്പയുടെയും മമ്മിയുടെയും മനസ്സിലുള്ള എല്ലാം നമുക്ക് അറിയണം. അപ്പൊ പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത് മരുമോനെ പറ്റി? മകൾക്ക് പറ്റിയ ഒരു പാർട്ണർ തന്നെയാണോ സ്ലിപ്പില്? ഇത് നമ്മുടെ പറഞ്ഞതിന് വേറൊരു മിസ്റ്റേക്ക്, സ്റ്റോറിയല്ല, ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അത് പറഞ്ഞു കഴിഞ്ഞു, മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്ലിബിലിന് ഒരു ഹഗ് കൊടുക്കണം. സുന്ദരി നല്ല ചരിത അകൈന്ദ മയന്തിയോ കൺവാശ്രമത്തിൽ കാവ്യശകുന്തളയോ ഓമകയാമി കവിത തുളുമ്പുന്ന മധുപാതമോ മനോരഞ്ജനി സുരംഗനി സൂപ്പർ സുന്ദരി. അനിയായി പെണ്ണുങ്ങളെ വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയിടിച്ച് നിലത്ത് വീഴ്ത്തലല്ല, എങ്ങനെ വീഴ്ത്തണമെന്ന് ഈ ഏട്ടൻ കാണിച്ച്. ആയും വരി മെഹബൂബ ദോ ഇസ് ബേച്ചർ. जिंदगी न मिलेगी दोबारा, जाने तू या जाने ना, दीवाना में दीवाना, रब ने बनाती जोड़ी में तेरा हीरो. जाने तू या जाने ना, दीवाना में दीवाना, रब ने बनाती जोड़ी में तेरा हीरो. कर ले प्यार कर ले दिल से तब तक है जान. ABCD everybody can dance. ओ सजना सजना ये कहना जिंदार पुनी की डबे. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിനക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സുഭാഷ് 1 2 3 4. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാലൊന്നു തായോ. എങ്ങനെ പാപ്പ musicians. Kutandama. Yeah.
മധുരയ്ക്ക് പോകാതടി അങ്കമല്ലിപ്പൂ കണ്ണ് വയ്ക്കും തഞ്ചാവൂർ പോകാതടി കൊമ്പതിക്കും തൂത്തുക്കുടി പോകാ ചില കപ്പൽ കൊല തട്ടും കൊടക്കാനാൽ പോകാൻ മേഘമൊന്ന് தனியாக மெத்தையிலே தூங்காத அக்கா மகன் வந்தாரை அழைச்சு போவா மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ணு வைக்கணும் मर्दानी तोटे तोटे अरे मर्दानी यार बचा हो तेरा तेरा इव बारा बारा काटे कोयला कटी कटा तमिलनाडु कोयला मतेरे जोड़ा जोड़ा वीरा वीरा அக்கறையில் இருந்தாலும் இக்கரையில் இருந்தாலும் சக்கரையாக இருப்பேனே ஆசையாலே மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்டு வைக்கணும் உத்தமா அவின அவின உத்தமா எல்லாம் இங்கொரு புறப்பு மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்டு வைக்கும் மதுரைக்கு போக தஞ்சாவூர் போகாதடி தலாட்டமம் மதிக்கும் அசுரே அசுரே ஓ புத்தமா அவின அவின ஓ புத்தமா அசுரே அசுரே ஓ புத்தமா அவின அவின ஓ புத்தமா ഉണ്ടായിരുന്നു നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അടിക്കാം പക്ഷേ ഈ ഒരു സന്ദർഭമായിട്ട് അടിക്കുന്നില്ല ഇറ്റ് വാസ് വെരി ഗുഡ് വെരി താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ മാർവലസ് പെർഫോമൻസ് അടിപൊളി ഇവര് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങൾ അടിപൊളി
അടിപൊളി. നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ടുപോയെന്ന് തന്നെ പറയാൻ പറ്റും. ഒരിക്കൽ കൂടി ഒരു അടിപൊളി കൈയ്യടി കൊടുത്തേ. നിങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ മിസ് ചെയ്ത് കേട്ടോ. സിസ്റ്ററിന്റെ ആ ഒരു ബിഗ് ഡേയിലേക്ക് കിടക്കാൻ പോകുന്നതിന്റെ ആ ഒരു തുടക്കം മാത്രം. അപ്പം സിസ്റ്ററിനെ പറ്റി ഒരു 2 വാക്ക് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടും? ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അടി ഉണ്ടാക്കാറില്ല. ഓക്കെ, ഭയങ്കര സ്നേഹമാണ്. ആണോ? ഓക്കെ, സിസ്റ്ററിനെ പറ്റി ഒരു 2 വാക്ക് സംസാരിക്കാമോ? ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണല്ലേ. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് എന്താ വെച്ചാല് ചേർന്നാ പറഞ്ഞത്. പിന്നെ സിവിലും ചോട്ടവും വളരെ നല്ലൊരു പേരാണ്. പിന്നെ ഒരു പള്ളിയിലൊക്കെ സൺഡേ സ്കൂൾ ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നല്ല മാതൃകയായിട്ടൊരു കപ്പിൾസ് ആയിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ, രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ. നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ അപ്പം നമുക്ക് ഒരു ചെറിയ ഒരു ഗെയിമൊക്കെ ആയാലും. അവര് എല്ലാത്തിനും റെഡിയാണ്. ഒരു പെർഫെക്റ്റ് കപ്പിൾസ് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ സാധിക്കുന്നു അതിന്? ഓക്കെ, ഗെയിം എന്താണെന്ന് അറിയോ? ഓക്കെ, അറിയത്തില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ആരോട് ചോദിക്കണം? ഞാനൊരു ട്രൂത്ത് ഓർ ഡെയർ ആണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യം ആരോട് ചോദിക്കണം? ഓക്കെ, നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ആദ്യം. ഓക്കെ ചേച്ചി, ട്രൂത്ത് ഓർ ഡെയർ? ഓക്കെ, ചേച്ചി ഡെയർ ചൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പം പാട്ട് പാടാൻ അറിയുമോ? ഒരു 2 വരി. കരൊക്കെ ഒന്നും വേണ്ട, നമുക്ക് 2 വരി ഇവിടെ ഇരുന്നോണ്ട് പാടിയാൽ മതി. ഒരു 2 വരി ധൈര്യമായിട്ട് പാടിക്കോ. 2 ആളും ഒരുമിച്ച് പാടുമോ? ഒരുമിച്ച് പാടാൻ സൂപ്പർ. 2 ആളും ഒരുമിച്ച് പാടിക്കോ. നിങ്ങൾക്ക് 2 പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സോങ് ഏതാണെന്ന് പറയാമോ? നിങ്ങൾക്ക് 2 പേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സോങ്. സോ നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഒരു കൈയ്യടി കൊടുക്കാം. ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളോട് എല്ലാവരോടും കൈയ്യടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അവർ തന്നെ കൈയ്യടിക്കുന്നു. ഇതിനു പേര് എന്താ വേണ്ടത്? ഓക്കെ, പാടിക്കോളൂ. ഒരു കൈയ്യടി കൊടുക്കൂ. അടിപൊളി. നിങ്ങൾ ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടി കൊടുക്കണം കേട്ടോ. പാട്ട് പാടി കൊടുക്കുന്നതാണ്, എന്നാലും പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്. ട്രൂത്ത് ഓർ ഡെയർ എന്തായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഡെയർ ആണല്ലേ. അപ്പം ഒരു മണി കൊടുത്താലോ? നിങ്ങൾ റെഡിയാണോ? ഓക്കെ, എന്തായാലും നിങ്ങൾ ഒറ്റ
എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ അല്ലേ ഒരു പാട്ട് പാടിയത്? ഒരു പാട്ട് ഒറ്റയ്ക്ക് പാടാമോ? ഓക്കെ ആണോ? ഓക്കെ, എന്നാ പാടിക്കാം. അത് നിധിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു ഫീല് വരണം, ആ ഒരു ഫീലോടെ വേണം പാടാൻ. ഓക്കെ ആണോ? ഈ ഒരു പാട്ടിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക, ഈ ഒരു പാട്ടിൽ നിധിയെ വീഴ്ത്തണം. ആ ഓക്കെ. കുഴപ്പമില്ല, പാടിക്കോ. നീയൻ സംഗീതം നീയൻ സല്ലാപം നീയൻ ശ്രീരാഗം അലയുരയും അനുരാഗം നിന്നിഴകളിലോരും സ്നേഹം നിൻ കനവിടയും നേരം നിൻ കണ്ണിൽ ചേരും നേരം ഞാൻ പനിനീർമരാകും महबूबा मैं तेरी महबूबा महबूबा मैं तेरी महबूबा महबूबा मैं तेरी महबूबा महबूबा मैं तेरी महबूबा. ഇങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്. സൂപ്പർ. അത്ര പറയാനുള്ളൂ, കുറച്ചുകൂടെയൊക്കെ സംസാരിക്കൂ. ചെറുതായിട്ടൊരു പാട്ട് പാടാൻ ഉദ്ദേശിക്കാം. അതിൽ തെറ്റുകുറ്റങ്ങൾ വന്നാൽ ക്ഷമിക്കുന്നത്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. വിദുരയാം രാധയെ പോലെനിക്കെന്നിട്ടും വിരഹിക്കാൻ മാത്രമാണ് യോഗം. വിദുരയാം രാധയെ പോലെനിക്കെന്നിട്ടും വിരഹിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. അർഹതപ്പെട്ടതില്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുമ്പിൽ തുറന്നു വച്ചു. അങ്ങയോടൊത്തെൻ്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മറക്കുക മനസ്സിൽ പുതിയ വികാരത്തിൽ മദന പല്ലവികൾ നീ എഴുതി വച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. മഴയും
സംഗീത ശിരോമണി ഒരു പൊയ്ക്കാൻ കുതിരനെ നയിച്ചിരുന്നു വെങ്കടേശ സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവരുടെ നാട്ടുകാർക്കും മണവാളാൻ സദസ്സിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. ഈ മാതിരി തക്കയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. നമ്മുടെ നിധിക്ക് വേണ്ടിയിട്ട് അച്ഛൻ നേരത്തെ ഒരു പ്രപ്പോസൽ സീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലായിരുന്നോ? അത് കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് തിരിച്ചൊരു പ്രപ്പോസൽ സീൻ ആയാലോ? റെഡി അല്ലേ? റെഡി ആണ്. ഓക്കെ, നിങ്ങള് ഫസ്റ്റ് ടൈം കാണുന്നതാണ്, ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടപ്പോ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, ഇഷ്ടപ്പെട്ടു. പാർട്ട്ണറിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാനുള്ള അവസരമാണ്. റെഡി അല്ലേ? ഈ ഒരു മൊമെന്റ് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു 5 minutes ആണ്. സോ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. 1 minute ഉള്ളൂ. ഓക്കെ, 5 minutes ഞാൻ കുറച്ച് കൂടി പറഞ്ഞതേ ഉള്ളൂ. ഒരു 1 minute ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേജ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ നിധിയോടാണ് എനിക്ക് പറയാനുള്ളത്, പാർട്ട്ണറോട് എന്താണോ സംസാരിക്കാനുള്ളത് അതൊരു പ്രപ്പോസൽ സീൻ പോലെ, ചുമ്മാ ഐ ലവ് യു പറഞ്ഞാൽ പോരാ, ഒരു പ്രപ്പോസൽ സീൻ പോലെ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ കൈ കൊടുക്കൂ. Are you ready to be with me forever? I am ready, but if flower വാങ്ങിക്കണമെങ്കിൽ you have to impress me. Are you impressed?
പോരുന്നോ എൻ്റെ കൂടെ? ഓക്കെ, ഈ ഒരു ബ്യൂട്ടിഫുൾ കപ്പിൾസിന് വേണ്ടി ഒരു കൈയടി കൊടുക്കൂ. The sun is up, so when it down, get your money up. I put money down on all of us, on my people now, on what I love. Ooh. എഴുതിയ വരി ചന്ദനം മണക്കില്ല, കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. മുഴുത്ത ചക്ക വീണപ്പ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കരലും പൊട്ടിക്കറിയില്ല. Now bring out the drums and the bitch, and my homies got to do it. That ass ain't wanna work. Bring out the guns and the bitch, and the load up a clip. I'm gon' shoot up that place with a car. I see the buns that we wishing we end in the ditch, and the pain that see I'm hurt. I see the love that we give and the love that we give. And sure everything come up for several. അടുപ്പ് കൊണ്ടവൻ മുഴുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കുടുക്ക് അതിൽ കിടന്ന് പടച്ചു മരിച്ചു കഴിഞ്ഞാൽ എല്ലാരും മറക്കും. കഴുതറക്കാൻ കൈമുറിക്കാൻ എന്തുള്ളിനുള്ളിന് കുടുംബല് ഞാനോളം തട്ടുമ്പോൾ ആടിയില്ല നീ ഒഴുകി നടന്ന കുടുംബല്. So run it down, the sun is up. To run it down, get your money up. I put money down on all of us, on my people now, on what I love. I was in a bad mood like an old school boy late night. മറന്നു പോകുമ്പോ മോർത്തു വെക്കണ കാലം മുറിച്ച മുറിവുണ്ട്. അതിൽ മരണം വരണ മലപ്പുറത്തായി മാറ്റി വെച്ച മരണമുണ്ട്. വഴിവെട്ടി വന്നതാ കഴിവൊട്ടും കുറവില്ല. കഴുത്തട്ടൻ ചങ്ങല പിഴുതെടുക്കാൻ ശ്രമിച്ചു വലിച്ചില്ല തിങ്ങല. പഴുത്തു പുഴുത്ത പഴം പറിച്ചങ്ങ് തിന്നതാ. പൂത്ത പണം പൊത്തുന്ന ഭൂതകണം പറഞ്ഞ് കൂടിയിട്ട് വന്നിട്ട് കൂട്ടിരിക്കേ. പാതി വിരിഞ്ഞ പൂ പറിച്ചെടുത്ത് കളഞ്ഞ് പുനർജനിക്കുന്ന കണ്ട് പാത്തിരിക്കേ. ഇത് പണ്ടാരോ പറഞ്ഞ പഴഞ്ചൊല്ലൊന്നുമല്ല, കണ്ടോനെ കാണത്തോലെ വണങ്ങത്തുമില്ല. പണ്ടാരി ഞാൻ വെച്ചത് വിഴുങ്ങത്തുമില്ല. ഇണ്ടോ ഇല്ലാത്തവനോ തരം തിരിവില്ല. ചിന്താഗതിക്ക് ഞാൻ വിലങ്ങിടുകില്ല. പഴം ചന്ത കനക്കൊരുത്തം വിലയിടുകില്ല. ചന്തം നോക്കി തിരിഞ്ഞ് വലയിടുകില്ല. ഒരു മന്ദമരുതനൊന്നും മലയിടുക്കില്ല. നാരങ്ങ 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 പാല ഞാനൊന്നും അവില്ല എന്ന് പറഞ്ഞവനാരാ. നാരങ്ങ 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 പാല